നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിർണായക യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയ നേതാക്കൾ കേരള നേതാക്കളുമായി നടത്തുന്ന ചർച്ചയിൽ തർക്ക സീറ്റുകളിൽ ധാരണയുണ്ടാകും. തൃപ്പൂണിത്തറ, തവനൂർ, ബത്തേരി സീറ്റുകളിലാണ് പ്രധാന ചർച്ച. കണ്ണൂരിൽ മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ. എന്നാൽ സ്ഥാനാർത്ഥിത്വം ആരും സ്വയം പ്രഖ്യാപിക്കേണ്ട എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. പാർട്ടിയൊന്നും കനത്തതല്ല, കൃത്യമായിട്ടുള്ള അതാണ്. ഒന്ന് തിരുവനന്തപുരത്തും തൃശ്ശൂരിലുമൊക്കെ ഘടകകക്ഷികളുടെ സീറ്റ് സംബന്ധിച്ച് ചില വാർത്തകൾ വന്നു. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ സംബന്ധിച്ചും അതുകൊണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തതാണ്, ഒരു നിർദ്ദേശം കൊടുത്തതാണ്. സീറ്റ് വിഭജന ചർച്ച UDFന്റെ സീറ്റ് വിഭജന ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും നേതൃത്വത്തിന്റെ ഭാഗമായിട്ടാണ് എടുക്കുന്നത്. അതിന് കാത്തു നിൽക്കാൻ എല്ലാവരും ക്ഷമ കാണിക്കണം. അതാണ് എൻ്റെ ആശയം. സ്വയം സ്ഥാനാർത്ഥി അത് വളരെ ക്ലിയറാണ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നോബിൾ മാരിക്കാരൻ ചേരുകയാണ്. നോബിൾ, ഡൽഹിയിൽ സമവായ ചർച്ചയും സമാന്തര യുദ്ധപ്രഖ്യാപനവുമാണോ? മാധു, സമവായ ചർച്ചകളാണ് പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ഒരു 60 സീറ്റിലേക്കെങ്കിലും ധാരണയിൽ എത്തിക്കൊണ്ട് ആദ്യഘട്ട പട്ടിക തയ്യാറാക്കുക എന്ന് തന്നെയാണ് നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ 18 സിറ്റിംഗ് MLA മാർ, അതോടൊപ്പം തന്നെ സുൽത്താൻ ബത്തേരി, പെരുമ്പാവൂർ എന്നീ സീറ്റുകൾ, ഒപ്പം പാലക്കാട്, തൃപ്പൂണിത്തുറ എന്നീ സീറ്റുകൾ കൂടി ഒരു ധാരണ ഉണ്ടാക്കാൻ 18 MLA മാർ മത്സരിക്കും എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഇപ്പോൾ തീരുമാനം ആയിട്ട്. പിന്നെ എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കും എന്ന് ധാരണയായിരിക്കുന്നു. സുൽത്താൻ ബത്തേരി IC ബാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ, പാലക്കാട് സീറ്റുകളിൽ കൂടി ഒരു ധാരണയിൽ എത്തിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഇതിനോടകം തന്നെ ചർച്ചകൾ ആവശ്യമില്ലാത്ത ഒറ്റപ്പേര് നിരവധി മണ്ഡലങ്ങളുണ്ട്. തൃത്താലയുണ്ട്, അത്തരത്തിൽ നിരവധി മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളുടെ കാര്യത്തിലും ഏറെക്കുറെ ധാരണയായി. പക്ഷേ ചില മണ്ഡലങ്ങളിൽ ഒന്നിലധികം പേരുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ പേരുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് MP മാർ മത്സരിക്കുന്നതിലാണ്. കെ സുധാകരൻ ഏറെക്കുറെ മത്സരിക്കും എന്ന് നിരന്തരം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അടൂർ പ്രകാശ് മത്സരിക്കാൻ തീവ്ര ശ്രമം നടത്തുന്നു. ഈ രണ്ട് കാര്യത്തിലും എന്താണെങ്കിലും ഇപ്പോൾ നടക്കുന്ന യോഗങ്ങളോ അല്ലെങ്കിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയോ ഒരു തീരുമാനം എടുക്കില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി, രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ആയിരിക്കും ഇതിൽ അന്തിമ തീരുമാനം സീറ്റുകളിൽ ധാരണയുണ്ടാക്കുക എന്ന അജണ്ട വെച്ചുകൊണ്ടാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ പട്ടിക ഇപ്പോൾ തന്നെ തയ്യാറായിട്ടുമുണ്ട്.